ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമിടിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. ആത്മീയ പാഠങ്ങളുടെ വഴിയെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് 7-ാം വയസ്സിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച, ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംഭാഷണം ആരംഭിക്കുന്നത്. 1866 ജനിച്ച ഒരു കുട്ടിയാണ്. എൻ്റെ ജീവിതവുമായിട്ട് അതിന് സാമ്യമുണ്ട്. ഞാൻ 1966 എനിക്ക് കൃത്യം 100 വർഷം മുമ്പ് ഭൂമിയിൽ ജനിച്ചൊരു കുട്ടി. പിതാവ് ക്രിക്കറ്റ് കളിയോട് കമ്പമുള്ള ആളായിരുന്നു. പുത്രനും അതേ വഴിയെ തന്നെയാണ് യാത്ര ചെയ്തത്. 7-ാം വയസ്സിൽ ഈ കുട്ടി ക്രിക്കറ്റ് കളിക്കിടെ ഒരു തെറ്റായ ചാട്ടം ചാടി. അദ്ദേഹത്തിൻ്റെ തുടയെല്ലൊടിഞ്ഞുപോയി. ആഴ്ചകളോളം അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു. മാസങ്ങളോളം നടക്കാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഒരു ക്രിക്കറ്റ് കളിക്കാരനാകണമെന്ന ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അഭിനിവേശത്തിൽ മുഴുകിയിരുന്ന കുട്ടി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ വീഴ്ച മൂലം, ഈ അപകടം മൂലം മറ്റൊരു വ്യക്തിയായി മാറി. വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായിട്ട് മാറി. എന്നെ പലപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരാളാണ് H.G. വെൽസ്. 7-ാം വയസ്സിൽ സംഭവിച്ച ഈ അപകടം അനർത്ഥമാകാതെ ജീവിതത്തിനാകെ അർത്ഥം പകരുന്ന ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറുന്നത് നമുക്ക് കാണാം. ടൈം മെഷീനും ദി വാർ ഓഫ് ദി വേൾഡും ദി ഇൻവിസിബിൾ മാനുമടക്കം നിരവധിയായ വിശ്വപ്രസിദ്ധമായ സയൻസ് ഫിക്ഷൻ കഥകൾ എഴുതിയ, ഈ ലോകത്തോട് പുതിയ രീതിയിൽ സംസാരിച്ച ഒരാളാണ് H.G. വെൽസ്. അപകടം സംഭവിച്ച് കിടപ്പിലായ സമയത്ത് പിതാവ് തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവന്ന് H.G. വെൽസിന് വായിക്കാൻ കൊടുക്കുന്നു. നിരാശനായി കളിക്കളം വിടേണ്ടി വന്ന വേദനയോടെ കിടക്കുന്ന തൻ്റെ പുത്രന് ആശ്വാസം പകരാൻ വേണ്ടി പിതാവ് കൊടുത്ത പുസ്തകങ്ങൾ വളരെ തീക്ഷ്ണതയോടെ വായിക്കുകയും ആ വായന ജീവിതത്തെ തന്നെ, ഗതിയെ തന്നെ മാറ്റുന്ന രീതിയിൽ, പുതിയൊരു വ്യക്തിയായി മാറുന്ന രീതിയിൽ H.G. വെൽസിനെ രൂപാന്തരപ്പെടുത്തി. ജീവിതത്തിലെ ഒരു സന്ദർഭവും, ജീവിതത്തിലെ ഒരു അനുഭവവും പ്രതികൂലമല്ലെന്നും അവയെല്ലാം നമ്മുടെ ജീവിതത്തെ പുതുതായി പണിയാൻ വേണ്ടി ദൈവം നൽകുന്ന അവസരങ്ങളാണെന്നും നാം തിരിച്ചറിയണമെന്നും H.G. വെൽസിന്റെ സംഭവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. H.G. വെൽസ് മഹാനായ ഒരു എഴുത്തുകാരനാണ്. ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ്. H.G. വെൽസിന്റെ എഴുത്ത് അദ്ദേഹത്തിന്റെ അപകടത്തിൽ നിന്നാണ് നാം എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിലും സമാനമായൊരു കുഴപ്പമുള്ളത്, ഞാൻ ചെറുപ്പകാലം മുഴുവൻ രോഗാതുരമായി ജീവിച്ചയാളാണ്. 2-ാം വയസ്സ് മുതൽ അൾസർ ബാധിതനായി സ്കൂളിൽ പോകാൻ കഴിയാതെ പലപ്പോഴും കിടക്കയിലും രോഗശയ്യയിലും ആയിപ്പോയ ഒരാൾ. H.G. വെൽസ് എന്നെ പ്രചോദിപ്പിച്ചത് എഴുത്തിൻ്റെ വഴിയിലേക്ക് തന്നെയാണ്. ഞാനും കുത്തിക്കുറിക്കാൻ തുടങ്ങി, ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. കാരണം കളിക്കാൻ വയ്യ, കൂട്ടുകൂടാൻ വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ, ജീവിതം പരിമിതപ്പെടുന്നു. അന്ന് ഭാരപ്പെട്ടാണ് ഞാൻ ജീവിച്ചത്. പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത്, ഓരോ ജീവിത അനുഭവവും, ഓരോ സന്ദർഭവും, നാം നേരിടുന്ന പ്രതികൂലങ്ങളും ദൈവം നമുക്കായി കരുതി വയ്ക്കുന്ന മാറ്റത്തിനുള്ള വാതിലുകൾ മാത്രമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണത്തെ തടുക്കുന്നതായി വരുന്ന സംഭവങ്ങളെ അനർത്ഥങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. അർത്ഥരഹിതമായവ, അതിൻ്റെ അർത്ഥം അതാണ്. അനർത്ഥങ്ങൾ, അർത്ഥമില്ലാത്തവ. എന്നാൽ അത് അപകടമായിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഒരു ജീവിതാനുഭവവും അനർത്ഥമല്ല. സെഫാനിയ 3:16 പറയും, കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അപകടങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നല്ല അതിനർത്ഥം. ഒന്നും അർത്ഥരഹിതമല്ല. അർത്ഥം കാണാൻ നമുക്ക് കഴിയും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അർത്ഥം കാണാൻ കഴിയും. സങ്കീർത്തനം 46:10 അതുകൊണ്ട് പറയുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. യാക്കോബിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. 11-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. കർത്താവായ യേശു നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതാനുഭവങ്ങൾക്കകത്ത് നിനക്ക് അർത്ഥം കാണാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ട. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് സന്ദർഭത്തെയും, ഏത് ജീവിതാനുഭവത്തെയും നാം ക്രിസ്തുവിലേക്ക് ചേർത്ത് വയ്ക്കുകയും ക്രിസ്തുവിൽ നിന്ന് നാം ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ യേശു അതിൻ്റെ അകപ്പൊരുൾ നമ്മോട് പറയും. എന്തിനാണ് ഈ ജീവിതാനുഭവം, എന്താണ് ഈ ജീവിതാനുഭവം നിന്നിൽ വരുത്താൻ പോകുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. യേശു തന്നെയും ജീവിതത്തിൽ ഇത്തരം സന്നിഗ്ധാവസ്ഥയെ നേരിട്ട ഒരാളാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ
12-ാം അധ്യായത്തിൽ 27, 28 തിരുവചനങ്ങളിൽ നമുക്കത് കാണാം. ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ, വരാൻ പോകുന്ന പീഡകൾ മുൻപിൽ വന്ന് പിറക്കുക, മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന വേദനകളെ കാണുമ്പോൾ പതറിപ്പോകുന്നുണ്ട് ക്രിസ്തു. മനുഷ്യവംശം പതറിപ്പോകുന്നത് ക്രിസ്തുവിൽ നമുക്കവിടെ കാണാം. യേശു പിതാവിനോട് പറയാണ്, എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം? ഈ പാനപാത്രം ഒഴിവാകാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? എന്നിട്ട് യേശു ആത്മാവിൽ അസ്വസ്ഥനായി വരാൻ പോകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പരിതാപാവസ്ഥയിൽ നിൽക്കുന്ന യേശു പറയുകയാണ്, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത് അർത്ഥരഹിതമായിട്ടല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തായിരിക്കുന്നത് ദൈവത്താൽ നിയോഗിതമായിട്ടാണ്. നമ്മൾ ആയിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യവും അർത്ഥരഹിതമാകുന്നത് എങ്ങനെയാണ്? നമ്മളെ അയക്കുന്നത് ദൈവമല്ലേ? അങ്ങനെ അയക്കുന്നത് ദൈവമാണെങ്കിൽ അത് അർത്ഥരഹിതമാകില്ലല്ലോ. വെറുതെ ദൈവം നമ്മളെ അങ്ങനെ അയക്കുമോ? പ്രവാചക ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആമോസ് പ്രവാചകൻ അത് പറയുന്നുണ്ട്. ആമോസ് 3:3 മുതൽ നമുക്കത് കാണാം, 8-ാം തിരുവചനം വരെ. രണ്ടുപേർ ആലോചിച്ചുറയ്ക്കാതെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നു. ഇരയെ കാണാതെ സിംഹം വനത്തിൽ ഗർജിക്കുമോ? എന്തിനെങ്കിലും പിടിയിൽ ഒതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ അലറുമോ? കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽപ്പെടുമോ? എന്തെങ്കിലും കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനം ഭയക്കാതിരിക്കുമോ? കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ? ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്താൽ നിയോഗിതമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്, ദൈവം അനുവദിക്കുന്നതാണ്. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തിപരമായി നാം ഇങ്ങനെ തിരിച്ചറിയാൻ ഇടയായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്ന് ദൈവാലോചനയിൽ നാം തിരിച്ചറിയുന്നത് വരെ ഇവയൊക്കെ അനർത്ഥമായിട്ട് ശേഷിക്കും. യേശു പിതാവുമായിട്ട് ആലോചിക്കുകയാണ്, എന്ത് കഷ്ടമാണ് ഈ വരുന്നത്. ഉടനെ തന്നെ യേശുവിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, ഈ മണിക്കൂറിലേക്കാണല്ലോ നീ വന്നത്. യേശു പറയുന്നു, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. ഈ മണിക്കൂറിനെ ഒഴിവാക്കാൻ സാധ്യമല്ലല്ലോ. എന്നിട്ട് അങ്ങനെ ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നതെങ്കിൽ, ഞാൻ ഈ മണിക്കൂറിനായിരിക്കുന്നത് ദൈവമഹത്വം വെളിപ്പെടാനാണ് എന്ന് ക്രിസ്തു തിരിച്ചറിയുന്നു. അങ്ങനെ ദൈവമഹത്വം വെളിപ്പെടാനുള്ള ഈ അവസരത്തെ തള്ളിക്കളയുക എന്നതിൽ നിന്ന് മാറിയിട്ട് നിന്റെ നാമം മഹത്വപ്പെടുത്തണം. നിന്റെ നാമം മഹത്വപ്പെടുത്തുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ എൻ്റെ ജീവിതത്തിന് അർത്ഥം പകരുന്ന പ്രവൃത്തി സംഭവിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്, നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. ദൈവം കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും അത് മഹത്വപ്പെടുത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ജീവിത സന്ദർഭത്തെ പ്രതികൂലമായ ഒന്നായി കാണാതെ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് അർത്ഥം പകരുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരമാർത്ഥം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവം അതിനൊക്കെ തൊളിഞ്ഞിരിപ്പുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ശാന്തരായിട്ടിരിക്കണം. വചനം പറയുകയാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10. അപ്പൊ ഏത് ജീവിത സന്ദർഭത്തിലും ശാന്തതയുണ്ടാകണം. ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ കഴിയണം. അകത്തേക്ക് തിരിയാൻ കഴിയണം. എന്നെക്കുറിച്ച് എൻ്റെ ദൈവം എന്ത് പറയുന്നുവെന്ന് ഞാൻ ദൈവത്തിന്റെ തിരുമുഖത്ത് നോക്കി വായിച്ചെടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറിപ്പോകും. ആ പ്രതികൂലം നേരിടുന്ന, അപകടം നേരിടുന്ന, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, ഉലയ്ക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പതറിപ്പോകും. മർക്കോസ് 15:34 മനുഷ്യവംശത്തിന്റെ ഈ പതർച്ച നമുക്ക് കാണാം. 9-ാം മണിക്കൂറിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, എലോയ് എലോയ് ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? അങ്ങനെ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന യേശു യോഹന്നാൻ 19:30 പറയും, എല്ലാം പൂർത്തിയായിരിക്കുന്നു, ടെറ്റലിസ്റ്റായി. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വേദനാജനകമായ സന്ദർഭത്തിനകത്ത് തന്റെ പ്രവൃത്തി എന്താണ് ചെയ്യുന്നതെന്ന് ക്രിസ്തു തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ പൂർണ്ണതയിൽ നിന്ന് ക്രിസ്തു മനുഷ്യരക്ഷ സാധ്യമാക്കുന്നു എന്ന ആ തിരിച്ചറിവിൽ നിന്ന് യേശു പറയുകയാണ്, പിതാവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23:46 നമുക്കത് കാണാം. കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് യേശു ഏൽപ്പിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഏത് സന്ദർഭത്തിലും ഏത് അവസ്ഥയിലും നാം നേരിടുന്ന പ്രതികൂലമാകട്ടെ അനുകൂലമാകട്ടെ സാഹചര്യങ്ങളെ വിവേചിച്ചറിയാൻ നമുക്ക് കഴിയണം. ശാന്തമാകണം, ഞാൻ ദൈവമാണെന്നറിയണം. സെഫാനിയ 3:16 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല, കർത്താവ് നിങ്ങളുടെ മധ്യമുണ്ട്.
അവൻ അകമേ ഉണ്ട് എന്നൊരു ബോധ്യത്തിൽ അകത്തേക്ക് തിരിയാനും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കകത്തും ദൈവത്തെ മനസ്സിലാക്കാനും ശാന്തമായി ദൈവത്തെ തിരിച്ചറിയാനും കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു സന്ദർഭവും അനർത്ഥമല്ല. ഏത് ജീവിതാനുഭവവും ഏത് ജീവിത സന്ദർഭവും അർത്ഥപൂർണമാണ്. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം നൽകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നുണ്ട്. ഓരോ നിമിഷവും നമുക്കത് പ്രതികൂലമായിട്ട് അനുഭവപ്പെടാം, നമുക്ക് അസ്വസ്ഥതയാകാം, നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഉലയ്ക്കുന്ന ഒന്നായിട്ട് അത് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ അങ്ങനെ അനുഭവപ്പെടുമ്പോഴും നാം തിരിച്ചറിയേണ്ടതുണ്ട്, അതിനകത്ത് ഒരു ദൈവിക പദ്ധതിയുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. എൻ്റെ ദൈവം എന്താണ് ഈ പ്രതികൂലാവസ്ഥയിൽ എന്നോട് പറയുന്നതെന്ന് ഞാൻ തിരിച്ചറിയണം. ജീവിതത്തിലെ തിരക്കിട്ട വഴികളിൽ പലവിധങ്ങളായ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരാണ്. ഒരേ വിധമായി ജീവിക്കുന്നവരല്ല, പലവിധമായ വ്യഗ്രതകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവർ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 38 മുതൽ 42 വരെ തിരുവചനങ്ങളിൽ നമ്മുടെ ജീവിതാവസ്ഥകളുടെ 2 ഭാഗങ്ങളെ നമുക്ക് കാണാം. 10-ാം അധ്യായത്തിൽ 38 മുതൽ 42 വരെ തിരുവചനങ്ങളിൽ ജീവിതത്തിന്റെ വൈവിധ്യങ്ങൾക്കകത്ത് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. യേശു യാത്രാമധ്യേ മർത്ത, മറിയം എന്ന് പറയുന്ന 2 സഹോദരിമാരുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നു. യാത്രാമധ്യേ ഒരു ഭവനത്തിൽ അങ്ങനെ എത്തിച്ചേരുന്നു. നമുക്ക് പലപ്പോഴും ഇത് പറയുമ്പോൾ യാത്രയ്ക്ക് മധ്യേ ഇങ്ങനെ ഭവനങ്ങളിൽ കയറുന്നതും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ഉത്തരേന്ത്യയിലായിരിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. യാത്രക്കിടയ്ക്ക് വഴിയിലൊന്നും കടകളോ പ്രത്യേക സാധ്യതകളോ ഒന്നും ഇല്ലാത്തൊരു ലോകമാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഭക്ഷണം ലഭിക്കാനും വിശ്രമിക്കാനും ഒക്കെ അവസരം ഉണ്ടാകും. അങ്ങനെ പോകുന്ന യാത്രയിൽ സൗഹൃദമുള്ള 2 സഹോദരിമാരുടെ വീട്ടിൽ യേശു എത്തുന്നു, മർത്തായും മറിയും. യേശു അവിടെ എത്തിയപ്പോൾ അവർക്കത് അതിയായ സന്തോഷം ഉണ്ടാകുന്നു. അവർ യേശുവിനെ പരിചരിക്കാനുള്ള ശ്രമത്തിലാണ്. മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു. ഗുരുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവൾ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിട്ട് ഓടി നടക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ബെഡുവാനിക്കടുത്താണ് ഒരു മദർ തെരേസ്യൻ കോൺവെന്റിൽ അങ്ങനെ ഒരു രാത്രിയിൽ എത്തിച്ചേരാനിടയായി. എനിക്ക് നേരിട്ട് പരിചയമുള്ളവരല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്റെ പരിചയത്തിൽപ്പെട്ട ഒരു ആശ്രമമാണ്, മദർ തെരേസ്യൻ കോൺവെന്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ രാത്രി എത്തിച്ചേർന്നു. ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഞങ്ങളവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് കുളിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി അവര് തോർത്തും സോപ്പും ഒക്കെ തന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ബാത്റൂമിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദീർഘമായ യാത്രകൾക്കിടയ്ക്ക് എത്തിച്ചേർന്നാണ്, രാത്രിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഒരു സന്യാസിനി ഞങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കാൻ, അവർ നാട്ടിലെ വിശേഷം, വീട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഒരല്പം പോലും ഞങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര ക്ഷീണിച്ചു വന്നതാണെന്നോ ഒന്നും തോന്നാനിടയില്ല. നല്ല വിശപ്പല്ല അവർക്കുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കാൻ നേരം കിട്ടാത്ത വിധം ഈ സഹോദരി നിരന്തരമായി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എങ്ങനെയാണ് ജീവിതാനുഭവങ്ങൾ, ഇങ്ങനെ അവരും സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം തുടർന്നു. ഞങ്ങൾ ഈ 4-5 പേരിരുന്ന് ഈ സന്യാസിനിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ സംസാരം ഇടയ്ക്ക് വെച്ച് ഒന്ന് ബ്രേക്കായി. ആ ബ്രേക്കായ സമയത്ത് ആഹാരം എത്തുക, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, ഞങ്ങൾ ഈ സംസാരിക്കാനായിട്ടിരുന്ന സമയം ഭക്ഷണം പാചകം ചെയ്യാനുള്ള സമയമാണ്. ഞങ്ങൾ ഒട്ടും അസ്വസ്ഥരാകരുത്, ഞങ്ങൾ ഒട്ടും അസ്വസ്ഥരാകുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. അത് ഞങ്ങളെ കംഫർട്ടാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സന്യാസിനി വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് വേറൊരു സന്യാസിനി ഭക്ഷണം തയ്യാറാക്കുമായിരുന്നു, ചപ്പാത്തിയും സബ്ജിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടും തരിക. 2 സന്യാസിനിമാരാണ് അവിടെ ഈ ശുശ്രൂഷയ്ക്കായിട്ടുള്ളത്. ഒരാൾ ഞങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങളോട് അവരുടെ കാര്യങ്ങൾ പറയുന്നു. അതേസമയം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു സഹോദരി. ഇത് ഒരു ആതിഥ്യ രീതിയാണ്. എങ്ങനെയാണ് അതിഥികളെ പരിചരിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മാതൃക യഥാർത്ഥത്തിൽ ഞാൻ ഉത്തരേന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്. പല ശീലങ്ങളും ഉത്തരേന്ത്യയിൽ നിന്ന് ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, എന്നിട്ട് സംസാരിക്കുക. ഉത്തരേന്ത്യ കൊടും ചൂടിന്റെ സ്ഥലമാണ്. ആദ്യം ഒരാളെ കണ്ടാൽ അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് സംസാരിക്കാം, എന്നിട്ടാണ് സംസാരം ആരംഭിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് കുറേയൊക്കെ ആകുമ്പോഴാണ് ഒരു അരക്കപ്പ് ചായ വളരെ അളവ് കുറച്ചാണ് അവർ തരിക, ഒരു അരക്കപ്പ് ചായ വരിക. ഇത്
മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു മനോഭാവമാണ്. അപ്പോൾ ഈ വെള്ളം കിട്ടി കുടിച്ചാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതൻ പറഞ്ഞ് എനിക്ക് വെള്ളം വേണ്ട. അച്ഛൻ പറഞ്ഞ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, വെള്ളം തന്നെ മേടിച്ച് കുടിക്കണം, അതവർ നമ്മളെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തരുന്നതാണ്. അങ്ങനെ വ്യഗ്രചിത്തയായി മർത്ത ഓടി നടക്കുകയാണ്. മറിയമാകട്ടെ യേശുവിൻ്റെ കാൽപാദത്തിലിരുന്നു. യേശു പറയുന്നത് കേൾക്കുകയാണ് പ്രധാനമെന്നാണ് മറിയത്തിൻ്റെ വിചാരം. അതുകൊണ്ട് തൻ്റെ സഹോദരി ഗുരുവിനെ പരിചരിക്കാനായി ഓടി നടക്കുന്നതിൽ അവൾ ഒട്ടുമേ താല്പര്യമായിരുന്നില്ല, ആ ഭാഗത്തേക്ക് പോയില്ല. കുറെ നേരം ഓടി നടന്നപ്പോൾ മർത്തയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയായി. അവൾ പറയുന്നുണ്ട്, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് കാണുന്നില്ലേ, അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറയുക. യേശു അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വചനം ഇന്ന് ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, നാം ഇങ്ങനെ വ്യഗ്രചിത്തരായി പോകുന്നുണ്ടോ? വ്യക്തി ജീവിതത്തിൽ വ്യഗ്രചിത്തരാണോ? ദൈവം നമ്മോട് എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ, ദൈവത്തിന്റെ പാദാന്തികത്തിലിരിക്കാൻ, ശാന്തമായി ദൈവത്തെ അനുഭവിക്കാൻ ഹൃദയത്തിന് എത്രത്തോളം നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം പലവിധ കാര്യങ്ങളിൽ മുഴുകി വ്യഗ്രചിത്തമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവാനുഭവത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. ഓരോ ജീവിത സന്ദർഭത്തിന്റെയും അർത്ഥം മനസ്സിലാക്കേണ്ടത് ദൈവം അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നും ദൈവം എന്തിനാണ് ഇത് അനുവദിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞിട്ടാണ്. ആ തിരിച്ചറിവിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാതെ അഥവാ ജീവിതം അനുഭവിക്കാതെ പോകുന്നു എന്നാണ് അതിനർത്ഥം. ജീവിതം മനസ്സിലാക്കാതെ പോകുന്നു, ജീവിക്കുന്നുണ്ട്, പക്ഷേ ജീവിതം അനുഭവമാകുന്നില്ല. നിരവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, ഒന്നും നമ്മെ തൃപ്തരാക്കാത്തതും നമ്മൾ സ്വസ്ഥരാകാത്തതും ആ ജീവിത സന്ദർഭവും നമ്മുടെ പ്രയത്നവും നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് നാം ആർജിക്കുക എന്ന് ദൈവവുമായി ആലോചിക്കാനും ദൈവ തിരുമുഖത്ത് നിന്ന് അതിനെക്കുറിച്ച് തിരിച്ചറിയാനും കഴിയാതെ പോകുന്നത് കൊണ്ട് നമുക്കത് അനുഭവമായി മാറുന്നില്ല, അത് കേവല പ്രവൃത്തികളായി ശേഷിക്കുന്നു. അത് വ്യക്തി ജീവിതത്തിൽ നമുക്ക് കാണാം, കുടുംബജീവിതത്തിൽ നമുക്ക് കാണാം. രാപകലില്ലാതെ മാതാപിതാക്കൾ അധ്വാനിക്കുന്നു, മക്കൾ പഠിക്കുന്നു, എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഇതെല്ലാം ചെയ്യുകയാണ്. ഈ ഭൗതിക പ്രയത്നങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ട് നാം നിരന്തരം ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ ഈ ജോലിയെക്കുറിച്ച്, കുടുംബത്തിന്റെ അധ്വാന ഭാരത്തെക്കുറിച്ച് നിരന്തരം ഭാരപ്പെട്ടുകൊണ്ടും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്രയേറെ അധ്വാനിക്കുന്നു, ഇത്രയേറെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്തിനെ പ്രതിയാണെന്നും എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നും ഇത് ചെയ്യുന്നതിലൂടെ എന്താണ് എന്നിൽ സംഭവിക്കുന്നതെന്നും എന്നിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ആലോചിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ അവന്റെ പാദാന്തികത്തിൽ ഇരിക്കുന്നില്ല. തിരിച്ചറിവിലേക്ക് പ്രവേശിക്കാൻ ദൈവവചനം ഹൃദയത്തിനകത്ത് എന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ സമയമേ ചിലവാക്കുന്നില്ല. ഇങ്ങനെ വ്യഗ്രചിത്തരായ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാനൊന്നും നേരം കിട്ടുന്നില്ല. ജീവിതം മുഴുവൻ പാഴായ വെള്ളം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യവും മനസ്സിലാകുന്നില്ല. വളരെയധികം അധ്വാനിക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, ഭർത്താവിന് വേണ്ടിയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ കൂടുന്നുണ്ട്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരാതിയുള്ളവരായി, പരിഭവമുള്ളവരായി, വ്യഗ്രചിത്തരായി നമ്മൾ മാറിപ്പോകും. ഒരു പിതാവ് തന്റെ മക്കളോടും ഭാര്യയോടും പറയുന്നത്, ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടിയെന്നാണ്. ഈ പറയുന്ന സമയത്ത് ഒരു കാര്യം നാം ആലോചിക്കണം. ഈ മക്കൾക്ക് ചോദിക്കാമല്ലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നെ ജനിപ്പിക്കാനും എനിക്ക് വേണ്ടി കഷ്ടപ്പെടാനും. ഈ ജീവിത പങ്കാളിക്ക് പറയാമല്ലോ, നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിക്കാൻ പോയത്, എന്തിനാണ് ഇങ്ങനെ കുടുംബം ഉണ്ടാക്കാൻ പോയത്, കഷ്ടപ്പാടൊന്നും കഴിയില്ലെങ്കിൽ വല്ല മലമുകളിലും പോയിരുന്നാൽ പോരായിരുന്നു. ചോദ്യം ന്യായമല്ലേ? ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണെന്നും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവരന് വേണ്ടി നൽകുക വഴി ഞാൻ ആത്മസാക്ഷാത്കാരം പ്രാപിക്കുകയാണെന്നും ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ളതാണെന്നും തിരിച്ചറിഞ്ഞാൽ ഈ പരാതിയുടെ സംഭാഷണം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഈ ഭൂമിയിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ ആദ്യം ചോദിക്കേണ്ടത് എന്നോടും എൻ്റെ ദൈവത്തോടുമാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കാര്യങ്ങളാണ്, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വേറെ കാര്യങ്ങളാണ്. ഭാവിയെ സംബന്ധിച്ച്, എന്ത് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച്, അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
വചനമെടുത്ത് വായിക്കുന്നത് പോലും, ഒരു പ്രവൃത്തിക്ക് മുമ്പ് വായിക്കുന്നത് പോലും എന്ത് സംഭവിക്കും, ആ പ്രവൃത്തിക്കകത്ത് അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് തിരിച്ചറിയാൻ ഈ വചനം വായിച്ചാൽ ഉപയോഗപ്പെടുമോ എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ട് സുവിശേഷപ്പെട്ടിയൊക്കെ വെച്ചിരുന്നത്, യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു വചനം എടുത്ത് നോക്കുക, പോകുന്ന വഴിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. വലിയ സന്തോഷമായി. പ്രതികൂലങ്ങൾ നിന്നെ വലയം ചെയ്യും, സങ്കടമായി. നമ്മളിങ്ങനെ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത് പോലെ വചനം എൻ്റെ ജീവിതത്തിലെ ഭാവിയെക്കുറിച്ച് എന്തെന്നോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ദൈവം എൻ്റെ ജീവിത സന്ദർഭങ്ങളെക്കുറിച്ച് എന്നോട് പറയുന്നത് എന്തെന്നും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അർത്ഥം എന്തെന്നും, ഞാൻ നേരിടുന്ന പ്രതികൂലങ്ങളും ജീവിത സന്ദർഭങ്ങളും എന്നോട് സംസാരിക്കുന്നത് എന്തെന്നും ദൈവത്തോട് ചോദിക്കാനിടയായാൽ അവിടെയാണ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, അവിടുത്തെ പാതാന്തികത്തിലിരിക്കുക. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും മാത്രമല്ല കേട്ടോ, സഭയ്ക്കകത്ത് നമുക്ക് കാണാം. കെട്ടിപ്പൊക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ, നിരവധിയായ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ പടുത്തുയർത്തുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ സ്വത്ത് സമ്പാദനം? സഭയിൽ സ്വത്ത് കുമിഞ്ഞു കൂട്ടുന്നത് എന്തിനാണ്? എന്തിനാണ് നിരന്തരമായി നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ട് വ്യഗ്രതപ്പെട്ട് ശുശ്രൂഷയ്ക്കെന്ന ഭാവേനെ ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്? എന്താണ് പരമമായ ലക്ഷ്യം? വ്യക്തിഗതമായി ഓരോ ശുശ്രൂഷ സ്ഥാനത്തുള്ളവരും ആലോചിക്കേണ്ടതാണ്. സഭയെന്ന നിലയിൽ കൂട്ടായ്മ ആലോചിക്കേണ്ടതാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം എന്തിനെ പ്രതിയാണ് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത്? എന്തിനുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ? എന്ത് നേട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് പരമപ്രധാനമായ കാര്യമാണെന്നും അഭിമാന ചിഹ്നമാണെന്നും തെറ്റിദ്ധരിക്കുന്ന നിലയിലേക്ക് നമ്മൾ വീണു പോകുന്നില്ലേ? ഒരു രൂപത കേരളത്തിൽ ആശുപത്രി തുടങ്ങിയപ്പോൾ രൂപതയുടെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആശുപത്രിയുടെ പരസ്യം പുറത്തു വന്നത്. ആ രൂപതയുടെ അഭിമാനം ആ രൂപതയിൽ കഷ്ടപ്പെടുന്ന ജനമാണ്. കഞ്ഞി വെച്ചും കറി വെച്ചും ഇല്ലായ്മയിലും പരസ്പരം കലഹിച്ചും ജീവിതത്തെ തള്ളി നീക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ ക്രിസ്തുബോധത്തെ പ്രതി അവരർപ്പിക്കുന്ന ഓരോ നിമിഷവും, യേശുവിനെ പ്രതി അവരെന്നെ സ്നേഹിക്കുകയും അവരെന്നെ വേണ്ടി സഹിക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷവും, സ്വീകരിക്കുന്ന കഷ്ടതകളെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുകയും അവരെന്നെ വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷവും അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് സഭ, മൗതികമായ സഭ. അത് പരസ്നേഹത്തിലൂടെ വെളിപ്പെടുന്നതാണ്, ജീവിതത്തിന്റെ അർപ്പണത്തിലൂടെ വെളിപ്പെടുന്നതാണ്, പാരസ്പര്യത്തിന്റെ ബന്ധത്തിനകത്ത് വെളിപ്പെടുന്ന ഈ ദൈവികാനുഭവത്തെ സഭയായി കാണാൻ കഴിയാതെ കേവലമായ സ്ഥാപനങ്ങളാണ് സഭയുടെ അഭിമാനമെന്ന് തെറ്റിദ്ധരിക്കും വിധം നമ്മൾ വീണു പോയിരിക്കുന്നു, വ്യഗ്രതയിൽ കുടുങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് സഭയ്ക്കകത്തുണ്ടാകുന്ന തർക്കങ്ങളും കശപിശകളുമെല്ലാം. സമ്പത്ത് കേന്ദ്രീകൃതമായ, അധികാര കേന്ദ്രീകൃതമായ ജീവിത പ്രവൃത്തികളുടെ നാനാവിധങ്ങളായ വൈവിധ്യങ്ങൾക്കകത്ത് പെട്ടുപോകുന്ന കേവല മനുഷ്യരായി നമ്മൾ തരം താഴുന്നു. നമ്മൾ ആ പാതാന്തികത്തിലിരുന്ന് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ, ഞാൻ നേരിടുന്ന പ്രതികൂലത്തിന്റെ, ഞാൻ ഇന്നായിരിക്കുന്ന ജീവിത സന്ദർഭത്തിന്റെ പരമാർത്ഥം എന്ത് നീ എന്നോട് പറയുന്നു? അങ്ങനെയാകുമ്പോൾ സഹനങ്ങളുടെ സമയത്ത് നമുക്ക് പറയാൻ പറ്റും, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്, ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നത്, നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. അതുകൊണ്ട് സഹന നിമിഷങ്ങൾ, പരിതാപ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും ദൈവത്തെ പ്രതി അർപ്പിക്കാനുള്ളതായി തിരിച്ചറിയും. പിതാവേ, ഞാൻ കൊടുത്തു വീട്ടിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അവരെന്റെ കടങ്ങൾ ക്ഷമിക്കാനും വിളവ് ചെയ്യാനും അവരന് വേണ്ടി ജീവിതം അർപ്പിക്കാനും വിളിക്കപ്പെട്ടവരെന്ന ബോധ്യം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലുണ്ടോ അത്രത്തോളം ജീവിത സന്ദർഭങ്ങൾ അനുഗ്രഹപ്രദങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരിതാപം മാത്രം ശേഷിക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്നും ഒരിക്കലും എടുക്കപ്പെടുകയില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് നിമിഷത്തിലും, വലിയവരാകട്ടെ ചെറിയവരാകട്ടെ ആരുമാകട്ടെ, യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അവനിലേക്ക് തിരിയാൻ തയ്യാറാകണം. അവന്റെ പാതാന്തികത്തിലിരിക്കണം. അവൻ പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ തുടങ്ങണം. യേശു എന്നോടും നിങ്ങളോടും നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു സഹോദരി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ബ്രദറെ, യേശു ബ്രദറിനോട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല, നിങ്ങളോടും സംസാരിക്കുന്നു എന്നേ പറയുന്നു. ഒരാളോടും സംസാരിക്കാതിരിക്കുന്നില്ല. നിരന്തരമായി ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹെബ്രായർ 12:25 പറയും, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ആരാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നിരന്തരം നമ്മോട് സംസാരിക്കുന്നുണ്ട്.
ക്രിസ്തു നമ്മുടെ അകമേ വസിക്കുന്നുണ്ട്. അവൻ നമ്മുടെ അകമേ എന്ന ബോധ്യത്തോടെ അവനിലേക്ക് മുഖം തിരിക്കാൻ നമുക്ക് കഴിയണം. അവൻ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടല്ല നാം കേൾക്കാത്തത്, കേൾക്കാനാവാത്ത വിധം കാതുകൾ മൂടി വെക്കുന്നത് കൊണ്ടാണ്, ലോകത്തേക്ക് തുറന്നിരിക്കുന്നത് കൊണ്ടാണ്, ഈ ലോക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ബാഹ്യകരണങ്ങളിൽ നമ്മുടെ ജീവിതം മുടക്കി പോകുന്നതുകൊണ്ടാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളാകണം, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകണം. എന്താണ് ആ പറയുന്ന രണ്ട് വാക്കുകളുടെ അർത്ഥം? നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളാകണം. സർപ്പത്തിന്റെ വിവേകം എന്താണ്? സർപ്പത്തിന് ബാഹ്യകരണങ്ങളില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ആന്തരികാർത്ഥം ഗ്രഹിക്കുന്നവരായിട്ട് മാറണം. സാഹചര്യങ്ങളുടെ ചലനം, ഭൗമിക ചലനങ്ങളുടെ വ്യത്യാസം, തരംഗങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സർപ്പങ്ങൾ കാലാവസ്ഥയെ നേരിടുന്നത്. ചുറ്റുപാടുണ്ടാകുന്ന ശബ്ദങ്ങൾ അല്ല, തരംഗങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശബ്ദങ്ങൾ കേൾക്കാൻ വയ്യ. മകുടി ഓതുമ്പോൾ നമ്മൾ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കാണും. പാമ്പ് ആടുന്നത് ശബ്ദം കേട്ടിട്ടല്ല, മകുടിയുടെ കുഴലിലൂടെ വരുന്ന ആ വായു പാമ്പിന്റെ തലയുടെ രണ്ട് വശത്തുമായിട്ട് ഈ പാമ്പാട്ടി കാട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പാമ്പിങ്ങനെ ആടുന്നത്. പാട്ട് കേട്ടിട്ടല്ല, തരംഗം മനസ്സിലാക്കിയിട്ടാണ്. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ പഠിക്കണം. ഈശോ പറയുന്നുണ്ടല്ലോ, ഭൗമികമായ അടയാളങ്ങൾ നിങ്ങൾക്കറിയാം. അത്തിവൃക്ഷത്തിൽ ഇല കൊഴിയുന്നത് കണ്ട് കാലം തിരിച്ചറിയാൻ നിങ്ങൾക്കറിയാം. ഭൂമിയുടെ കാലഭേദങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ കഴിയാത്തത്? ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഈ ഭൂമിയിലെ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് പോലെ നമ്മോട് ദൈവം ഓരോ ജീവിത സന്ദർഭത്തിലും സംസാരിക്കുന്നുണ്ട്. ആന്തരികമായിട്ട് മനസ്സിലാക്കണം. ജീവിത സന്ദർഭങ്ങൾക്കകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കെതിരായി പ്രതികൂലമുണ്ടാകുമ്പോൾ തിരിച്ചറിയണം, നാം നമ്മിൽ തന്നെ കുടുങ്ങുന്നതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ദൈവം ഒരു അവസരം ഉണ്ടാക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ സത്യം പറയുമെന്ന് ഉറയ്ക്കാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങൾ നുണ പറയുന്നവനാണെന്ന് ലോകം പറയും. നിങ്ങൾ സത്യം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നുണ പറയുന്നവനാണെന്ന് ലോകം പറയും. കാരണം നിങ്ങൾ സത്യം പറയുന്നവനാണെന്ന് നിങ്ങൾ ഷടിക്കുന്നു. അമൂർത്തമായ സത്യത്തെ, പരമമായ സത്യത്തെ ഞാൻ പറയുന്നത് മാത്രമാണെന്ന് ഞാൻ ഷഡ്യം പിടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്യവിരുദ്ധനാണെന്ന് ലോകം പറയാൻ തുടങ്ങും. ആ അപമാനം ഏൽക്കുമ്പോൾ സത്യം പറഞ്ഞിട്ട് എന്നെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നുവെന്നല്ല കരുതേണ്ടത്, ഞാൻ സത്യത്തോട് അടുക്കുന്നുവെന്നാണ്. സത്യം എന്നിൽ പ്രവർത്തിക്കുന്നു. സത്യം പറയാൻ വിളിക്കപ്പെട്ടവനാണ് ഞാനെന്നും, ആ സത്യം എതിർപ്പിന്റെ സ്വരമല്ലെന്നും, എതിർക്കുന്നവരെ തിരിച്ചെതിർക്കുന്നതല്ലെന്നും, സത്യം വാക്കിനാലല്ല ജീവിതം കൊണ്ട് വെളിപ്പെടേണ്ടതാണെന്നുമാണ് ആ സന്ദർഭം പറയുന്നത്. സത്യം എപ്പോഴും ശാന്തമായിരിക്കും. അത് പ്രതികൂലങ്ങളെ ഭയപ്പെടില്ല. അതിന് പരമാർത്ഥമറിയാം. അതുകൊണ്ട് സത്യമായ ക്രിസ്തു പിലാത്തോസിന്റെ അരമനയിൽ കുറ്റാരോപിതനാകുമ്പോൾ നിശബ്ദനായി നിൽക്കുന്നത് പോലെ, ഭയപ്പെടാത്തതുപോലെ, കുരിശിനെ തള്ളിക്കളയാത്തതുപോലെ, കുരിശിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കാത്തതുപോലെ ക്രിസ്തു മനോഭാവത്തോടെ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നൽകുന്ന സ്വാതന്ത്ര്യം ഈ ലോകത്തിലെ എല്ലാ ആധിപത്യങ്ങളെയും മറികടക്കാനുള്ള ശേഷിയാണ്. ആ സത്യമാണ് നിങ്ങളിൽ ജ്വലിക്കുന്നത് എങ്കിൽ ഈ ജീവിത സന്ദർഭത്തിലെ ഈ അനുഭവങ്ങൾ, ആ സത്യം ജീവിതം കൊണ്ട് വെളിപ്പെടുത്താനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ വാക്കിനാലല്ല, നിങ്ങളുടെ ജീവിതം വഴിയാണ് സത്യം യാഥാർത്ഥ്യമാകുന്നത്, അനുഭവപ്രദമാകുന്നത്. അതിനുള്ള അവസരമാണ് അപമാനങ്ങൾ. അതുകൊണ്ട് അപമാനം വെക്കുമ്പോൾ തളർന്നു പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നത് എന്താണ്? കഷ്ടത സഹിക്കുന്നവർക്ക് വേണ്ടിയായി തീരുക എന്നാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വിശപ്പ് നിങ്ങളുടെ മാത്രം വിശപ്പല്ലെന്നും അനേകരുടെ വിശപ്പാണെന്നും നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോഴാണ് ദൈവസ്വരം തിരിച്ചറിയുന്നവരായിട്ട് നിങ്ങൾ മാറുക. നിങ്ങളുടെ വിശപ്പ് നിങ്ങളിൽ അടങ്ങുന്നതും ഒടുങ്ങുന്നതുമല്ലെന്നും അനേകരുടെ വിശപ്പ് ഈ ലോകത്ത് ആർത്തനാദമായി ഉയരുന്നുണ്ടെന്നും അത് ശമിക്കാൻ ജീവിതമർപ്പിക്കണം, ഭക്ഷണമായി നിങ്ങൾ മുറിച്ച് വിളമ്പപ്പെടണമെന്നും വചനം നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ അകമേ ക്രിസ്തു സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന തിരസ്കൃതാവസ്ഥ, ഈ ലോകത്ത് തിരസ്കൃതരായി പോകുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന അനേകരെ കുറിച്ചുള്ള ഓർമ്മയാണ് നിങ്ങളിൽ ജനിപ്പിക്കേണ്ടത്. ക്രിസ്തു പറയുന്നു, ഇത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളിൽ പ്രതിഫലിക്കുന്ന ഈ തിരസ്കൃതാവസ്ഥ അനേകർ അനുഭവിക്കുന്ന, ജീവിതത്തിന്റെ ദുരന്തമായിട്ട് അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അന്യവൽക്കരിക്കപ്പെടുന്ന അനുഭവമാണ്. അവിടെ അവർക്ക് വേണ്ടിയായി തീരുക എന്ന ദൈവവിളിയാണ് നിനക്കുള്ളതെന്ന് ദൈവം നിന്നോട് പറയുന്നു.
വരാനിരിക്കുന്ന പീഡകളെ സംബന്ധിച്ച് അസ്വസ്ഥപ്പെടുന്ന ക്രിസ്തു ഈ ലോകത്തിന്റെ ദുരന്തങ്ങളെ മുഴുവൻ കാണുകയാണ്. വേദനിക്കുന്ന മനുഷ്യരെ കാണുകയാണ്. മനുഷ്യവംശത്തിന്റെ ആദി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ നേരിടുന്ന ജീവിത പ്രതികൂലങ്ങളുടെയും സങ്കടങ്ങളുടെയും പരിതാപങ്ങളുടെയും ലോകം കാണാണ്. അവരുടെ വേദന കാണുമ്പോൾ യേശു പറയാണ്, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്, ഇവർക്ക് മോചനം കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ വന്നത്. പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. അങ്ങനെ സകല ലോകത്തിന്റെ മേലുമുള്ള സങ്കടങ്ങളുടെ പെരുമഴയെ മാറ്റി നിർത്താൻ എൻ്റെ ജീവിതം ഇതാ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നുവെന്ന് കുരിശിൽ പറയാൻ ക്രിസ്തുവിന് കഴിയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് തിരിയണം. അകക്കാമ്പായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവൻ സംസാരിക്കുന്നത് എന്തെന്ന് ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും തിരിച്ചറിയാൻ നമുക്ക് അവന്റെ പാദാന്തികത്തിലിരിക്കേണ്ടതുണ്ട്. വ്യഗ്രതകളിൽ പെടാതെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്, പക്ഷേ ആ പ്രവൃത്തികൾ വ്യഗ്രതപ്പെടുത്താതെ, അതിന്റെ വ്യഗ്രതയിൽ മുഴുകാതെ അതിന്റെ ആത്യന്തിക അർത്ഥത്തിലേക്ക് തിരിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരിക്കേണ്ടതുണ്ട്. നിങ്ങളോടും ദൈവം സംസാരിക്കുന്നു, ഒരാളെയും ഒഴിവാക്കുന്നില്ല. ഒരു സന്ദർഭത്തിലും ദൈവം നിശബ്ദനായിരിക്കുന്നില്ല, അവിടുന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഫെബ്രുവരി 12:25 വീണ്ടും ഓർക്കുക, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അവൻ ജീവിത സന്ദർഭങ്ങളിലൂടെ സംസാരിക്കും, മറ്റുള്ളവരിലൂടെ സംസാരിക്കും, പ്രതികൂലങ്ങളിലൂടെ സംസാരിക്കും, അപമാനങ്ങളിലൂടെ സംസാരിക്കും. ജീവിതം നേരിടുന്ന എല്ലാ സന്ദർഭത്തിലൂടെയും നിങ്ങളോട് ക്രിസ്തു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവൻ നമ്മുടെ മധ്യയുണ്ട്. അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. ഒന്നും അർത്ഥരഹിതമായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തെ ഈ ലോക നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ സമർപ്പിക്കണമെന്ന് ജീവിത സന്ദർഭങ്ങൾക്കകത്ത് ക്രിസ്തു പറയുന്നുണ്ട്. അവനിലേക്ക് തിരിയുക. അവനിലേക്ക് തിരിയുമ്പോൾ അവന്റെ സ്വരം നിങ്ങളെ പിടിച്ചുലയ്ക്കും. ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോകാനാവാത്ത വിധം ആ സ്വരം ശ്രവിച്ചാൽ ആ വഴിയെ നിങ്ങൾ യാത്രയാകും. പിതാവിന്റെ സന്നിധിയിൽ ക്രിസ്തു തന്റെ അസ്വസ്ഥതകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈ മണിക്കൂറിലേക്കാണ് വന്നതെന്ന് തിരിച്ചറിയുകയും നിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ബലമാണ് കുരിശിൽ യേശു പറയുന്നത്, പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന വഴി നമുക്ക് ബലം ആർജിക്കേണ്ടതുണ്ട്, തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഈ സന്ദർഭം എന്നോട് ആവശ്യപ്പെടുന്നത് എന്ത് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായാൽ സഹനങ്ങൾ നമുക്ക് സഹനങ്ങളായിട്ട് അനുഭവപ്പെടില്ല, അത് ആത്മാർപ്പണത്തിന്റെ വേദിയായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ചിന്തിച്ചു നോക്കണം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന പിഴവ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന. കർത്താവേ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഭാവി രക്ഷപ്പെടുമോ ദൈവമേ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയെ സംബന്ധിച്ചാണ്, ജീവിതാവശ്യങ്ങൾ നിറവേറാനാണ്. പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ച് പ്രാർത്ഥന എന്ന് പറയുന്ന ഈ ദൈവിക ബന്ധത്തിലൂടെ ഞാൻ ആർജിക്കേണ്ട പരമമായ ബലവും എൻ്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരവും നഷ്ടപ്പെടുത്തി ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കുടുങ്ങി, ഈ വേദനകൾക്കകത്ത് ഞെരുങ്ങി, ഈ വേദനയും പരിതാപവുമാണ് പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ച് നിരന്തരം കേണുകൊണ്ടേയിരിക്കുന്നു. ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കൂ എന്നുള്ള നിരന്തരമായ പ്രേരണകൾ പ്രഘോഷണ വേദികളിൽ നിങ്ങൾക്ക് വേണ്ടി ഉയരുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ജീവിതം പരിതാപപൂർണമായ ഒന്നല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതം അർത്ഥരഹിതമല്ല. ഒരു നിമിഷവും പോലും അർത്ഥരഹിതമല്ല. ഓർക്കണം, പാഴാക്കാൻ സമയമില്ല. ജീവിക്കുന്ന ഓരോ നിമിഷവും അത് ഈ ലോകരക്ഷ അനുഭവപ്പെടുത്തുക എന്ന ക്രിസ്തു ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്. ആ ബോധ്യത്തോടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ അകമേക്ക് തിരിയണം, ശാന്തമാകണം, കുത്തിയിരിക്കണം ദൈവസന്നിധിയിൽ. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പണിക്കൊന്നും പോകണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തൊക്കെ ഈ ഇരിപ്പ് മനസ്സിനുണ്ടാകും. നിങ്ങൾ ജോലി ചെയ്യുക, അധ്വാനിക്കുക, ഓടുക, ഇരിക്കാൻ നേരം കിട്ടുന്നില്ലെന്ന് നിങ്ങളുടെ പരാതി. നിങ്ങളുടെ മനസ്സിനിരിക്കാനിടമൊന്നും വേണ്ടത്. മനസ്സ് ദൈവത്തിനടുത്തേക്ക് ഇരിക്കാം. ആ പാദാന്തികത്തിലിരിക്കുക. ക്രിസ്തു എന്ന് പറയുന്നു ഈ സന്ദർഭത്തെക്കുറിച്ച്, ഈ അനുഭവത്തെക്കുറിച്ച്, ഈ പ്രവൃത്തിയെക്കുറിച്ച്, നേരിടുന്ന പ്രതികൂലത്തെക്കുറിച്ച് ക്രിസ്തു എന്ന് പറയുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ ദൈവസ്വരം നിരന്തരം ശ്രവിക്കാനും പാദാന്തികത്തിലിരിക്കാനും ജീവിതം പ്രവൃത്തികളിൽ വൈവിധ്യമുള്ളതായി മാറുമ്പോഴും ആത്മാവിൽ ധ്യാന നിമഗ്നമായി ദൈവത്തിന്റെ വചനത്തിനനുസൃതമായി ജീവിതം നയിക്കാനുള്ള കെൽപ്പ് നേടുന്നുള്ള അവസരമായിട്ടും നമുക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റണം. അങ്ങനെ ആന്തരികമായ മൗനം, ആന്തരികമായ ശാന്തത, ആന്തരികമായി ദൈവവുമായുള്ള ഒരു സാമീപ്യം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ദൈവാത്മപ്രവർത്തനത്താൽ സംഭവിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവിനെ ഇങ്ങനെ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വയ്ക്കുന്നു, അങ്ങയുടെ പാദാന്തികത്തിലിരിക്കുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതുപോലെ ഞാൻ നല്ല ഭാഗമായി നിന്നെ തിരഞ്ഞെടുക്കുന്നു.
എൻ്റെ പ്രവൃത്തികളും എൻ്റെ ജീവിതവും ഇതിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം, ദൈവം പറയുന്ന വഴിയെ നടക്കാം, ദൈവത്തിൻ്റെ വാക്കുകൾ ജീവിതത്തിന് പ്രയോഗമാക്കി മാറ്റാം. അപ്പോൾ നിശ്ചയമായും സാക്ഷാത്കാര അനുഭവത്തിലേക്ക്, ഞാനും യേശുവും രണ്ടല്ലെന്ന അനുഭവത്തിലേക്ക്, എൻ്റെ ജീവിതം അർത്ഥപൂർണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആത്മീയ പാഠങ്ങളിൽ അടുത്ത ഭാഗത്ത് ഒരു പുതിയ ചിന്തയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.